നോക്കൂ, ഇക്കാണുന്നത് വെറും ഒരു ആഹ്ലാദ പ്രകടനമല്ല. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പുതിയ അധ്യായത്തിന്റെ ആഘോഷമാണ്. ഇതുവരെ സർക്കാർ ഏജൻസികളുടെ മാത്രം മേഖലയായി കരുതപ്പെട്ടിരുന്ന ബഹിരാകാശത്ത് ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി സ്വന്തം പേരിൽ ചരിത്രം കുറിച്ച നിമിഷമാണ്. ഈ വിജയത്തോടെ ഇന്ത്യ ഒരു റോക്കറ്റ് മാത്രമല്ല വിക്ഷേപിച്ചത്, സ്വകാര്യ ബഹിരാകാശ യുഗത്തിലേക്കുള്ള സ്വന്തം കുതിപ്പിനാണ് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ഒരിക്കൽ സ്പേസ് എക്സ് അമേരിക്കൻ ബഹിരാകാശ വ്യവസായത്തെ മാറ്റിമറിച്ചതുപോലെ സ്കൈ റൂട്ടിനും ഇന്ത്യയുടെ സ്പേസ് എക്കണോമിയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ISROയിലെ മുൻ ശാസ്ത്രജ്ഞർ ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പ് ചരിത്രം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വളർന്നത്? ഇന്ന് ലോകത്ത് ബഹിരാകാശ രംഗത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയെ ചോദിച്ചാൽ ഒരേ ഒരു പേരാണ് എല്ലാവരും പറയുക: സ്പേസ് എക്സ്. എലോൺ മസ്കിന്റെ ഈ കമ്പനി റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ചെലവ് കുറച്ചും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ യാഥാർത്ഥ്യമാക്കിയും സ്വകാര്യ ബഹിരാകാശ വ്യവസായത്തിന് പുതിയ ദിശാബോധം നൽകി. എന്നാൽ ഇപ്പോൾ ഇന്ത്യയും അതേ വഴിയിലൂടെ മുന്നേറുകയാണ്. 2020 ഭാരത സർക്കാർ ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുത്തതോടെ നിരവധി സ്റ്റാർട്ടപ്പുകൾ രംഗത്തെത്തി. അവയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ കമ്പനിയാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ISROയിലെ 2 മുൻ ശാസ്ത്രജ്ഞർ ആരംഭിച്ച ഈ സ്റ്റാർട്ടപ്പ് 2022 ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ചരിത്രം കുറിച്ചു. അതൊരു പരീക്ഷണം മാത്രമായിരുന്നു, ഉപഗ്രഹങ്ങളെ ഓർബിറ്റിൽ സ്ഥാപിക്കാത്ത ഒരു സബ് ഓർബിറ്റൽ ലോഞ്ച്. എന്നാൽ അവർ ഇപ്പോൾ വലിയൊരു ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്: യഥാർത്ഥ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ഓർബിറ്റൽ ദൗത്യം. ഈ മഹാവിജയം അതൊരു കമ്പനിയുടെ നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ വ്യവസായം ആഗോള വാണിജ്യ വിപണിയിലേക്ക് ശക്തമായി പ്രവേശിക്കുന്ന നാഴികക്കല്ലാണ്. അപ്പോൾ ആരാണ് ഈ സ്കൈറൂട്ട്? എങ്ങനെയാണ് ഈ കമ്പനി ഇത്ര വേഗത്തിൽ വളർന്നത്? അവരുടെ റോക്കറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ ലോഞ്ചിനെ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി വിശേഷിപ്പിക്കുന്നത്? നമുക്ക് വിശദമായി നോക്കാം. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. ലോകത്ത് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ മികവ് തെളിയിച്ച രാജ്യങ്ങൾ വിരലിൽ എണ്ണാവുന്നത്ര മാത്രമാണ്. ആ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ ഇന്ത്യയും ഇന്ന് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. കാരണം ബഹിരാകാശ ഗവേഷണം എന്നത് അതീവ ചെലവേറിയതും അതിസങ്കീർണവുമായ ഒരു മേഖലയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം, പരാജയപ്പെടാനുള്ള ഉയർന്ന സാധ്യത, പതിറ്റാണ്ടുകൾ നീളുന്ന ഗവേഷണവും വികസനവും, വളരെ വൈകി മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന അനിശ്ചിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, ഇതെല്ലാം വികസിത രാജ്യങ്ങളെപ്പോലും ഈ രംഗത്തേക്ക് കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ബഹിരാകാശ യുഗത്തിൻ്റെ തുടക്കം പോലും ശാസ്ത്രത്തിൻ്റെ പേരിലായിരുന്നില്ല. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ രൂപം കൊണ്ട ശീതയുദ്ധത്തിലെ കടുത്ത രാഷ്ട്രീയ സൈനിക മത്സരമാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചത്. ആ ആധിപത്യ പോരാട്ടത്തിനിടയിലാണ് ആദ്യ ഉപഗ്രഹവും ആദ്യ മനുഷ്യനും ഒടുവിൽ മനുഷ്യന്റെ ചന്ദ്രയാത്രയും യാഥാർത്ഥ്യമായത്. എന്നാൽ ഇന്ന് ബഹിരാകാശ രംഗത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് അത് രാജ്യങ്ങളുടെ അഭിമാനത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും പ്രതീകമായിരുന്നുവെങ്കിൽ ഇന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക മേഖലയാണ്. ആശയവിനിമയം, ഇന്റർനെറ്റ്, GPS നാവിഗേഷൻ, കാലാവസ്ഥാ പ്രവചനം, കാർഷിക നിരീക്ഷണം, ദുരന്ത നിവാരണം, ദേശസുരക്ഷ, ശാസ്ത്രീയ ഗവേഷണം, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെയും പിന്നിൽ ഇന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. സത്യത്തിൽ കൃത്രിമ ഉപഗ്രഹങ്ങളോ ബഹിരാകാശ സാങ്കേതിക വിദ്യയോ ഇല്ലാത്ത ഒരു ലോകത്തെ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ മൊബൈൽ ഫോണിലെ മാപ്പ് മുതൽ ബാങ്കിംഗ് ഇടപാടുകൾ വരെ, വിമാനയാത്ര മുതൽ ടെലിവിഷൻ സംപ്രേഷണം വരെ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മുതൽ അതിർത്തി സുരക്ഷ വരെ,
എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബഹിരാകാശത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളവും വൈദ്യുതിയും പോലെ ആധുനിക മനുഷ്യ നാഗരികതയുടെ നിലനിൽപ്പിന് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായി ബഹിരാകാശവും മാറിക്കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് ബഹിരാകാശ രംഗത്തിൻ്റെ സ്വഭാവവും മാറിത്തുടങ്ങിയത്. ഒരു കാലത്ത് കടുത്ത മത്സരവും രാഷ്ട്രീയ വൈരവുമായിരുന്നു ഈ മേഖലയെ നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ബഹിരാകാശ ഗവേഷണം ഒരു രാജ്യത്തിന് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഒരു കാലത്ത് നിതാന്ത ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ പോലും ബഹിരാകാശത്ത് കൈകോർക്കാൻ തുടങ്ങിയത്. ആ സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. നിരവധി രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം ശാസ്ത്രത്തിന് അതിർവരമ്പുകളില്ല എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇന്നും ആ സഹകരണം പല രൂപങ്ങളിൽ തുടരുകയാണ്. ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും ആകാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികർ റഷ്യയുടെ സൊയൂസ് പേടകങ്ങളിൽ ബഹിരാകാശത്തെത്തുന്നു. അമേരിക്കയുടെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകങ്ങളിൽ റഷ്യൻ യാത്രികരും സഞ്ചരിക്കുന്നു. അതേസമയം ഇന്ത്യയും ആഗോള ബഹിരാകാശ രംഗത്തെ ഒരു വിശ്വസ്ത പങ്കാളിയായി മാറിയിരിക്കുന്നു. നാസ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ റോക്കറ്റുകൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ബഹിരാകാശം ഒരു വലിയ രാഷ്ട്രീയ മത്സരത്തിൻ്റെ വേദിയല്ല. രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് മനുഷ്യരാശിയുടെ ഭാവി നിർമ്മിക്കുന്ന ഒരു ആഗോള ശാസ്ത്രവേദി കൂടിയാണത്. എന്നാൽ ബഹിരാകാശ രംഗം അതിവേഗം വളരാൻ തുടങ്ങിയതോടെ ഒരു കാര്യം വ്യക്തമായി: ഈ മേഖലയിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ ഏജൻസികളുടെ നിയന്ത്രണവും ഫണ്ടിങ്ങും മാത്രം മതിയാവില്ല. കൂടുതൽ നിക്ഷേപവും അതിവേഗ നവീകരണവും വാണിജ്യ മത്സരവും ആവശ്യമായി. ഈ സാധ്യത ഏറ്റവും നേരത്തെ തിരിച്ചറിഞ്ഞവരിൽ പ്രധാനിയായിരുന്നു എലോൺ മസ്ക്. ആ തിരിച്ചറിവിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് ജന്മമെടുക്കുന്നത്. ആദ്യ വർഷങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. തുടർച്ചയായ പരാജയങ്ങൾ കമ്പനിയെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിച്ചു. എന്നാൽ 2008 സെപ്റ്റംബർ 28 ഫാൽക്കൺ 1 വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയതോടെ ചരിത്രം മാറി. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റിലൂടെ ഭ്രമണപഥത്തിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി സ്പേസ് എക്സ് മാറി. അന്ന് പലരും അതിനെ എലോൺ മസ്കിന്റെ മറ്റൊരു അസാധ്യ സ്വപ്നമായോ ഉച്ചക്കുറുക്കായോ ഒക്കെ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് അതേ കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെയും ചരക്കുകളെയും എത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ റോക്കറ്റുകൾ നിർമ്മിക്കുന്നു. ആയിരക്കണക്കിന് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിലൂടെ ആഗോള ഇന്റർനെറ്റ് ശൃംഖല സൃഷ്ടിക്കുന്നു. ഒരു കാലത്ത് അസാധ്യമായി തോന്നിയ ഒരു സ്വകാര്യ സംരംഭം ഇന്ന് ലോക ബഹിരാകാശ വ്യവസായത്തിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അവരുടെ പ്രവർത്തന രീതിയാണ്. സർക്കാർ ഏജൻസികളെ അപേക്ഷിച്ച് അവർ കൂടുതൽ വേഗത്തിലും കൂടുതൽ പ്രൊഫഷണലായും പ്രവർത്തിക്കുന്നു. വലിയ സാമ്പത്തിക റിസ്കുകൾ എടുക്കാനും നൂതന സാങ്കേതിക വിദ്യകളിൽ വൻതോതിൽ നിക്ഷേപിക്കാനും അവർ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പൊതുമുതൽ ഉപയോഗിച്ചുള്ള പദ്ധതികളെക്കാൾ വളരെ വേഗത്തിൽ നവീകരണങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് കഴിയും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സ്പേസ് എക്സ്. ബഹിരാകാശ യാത്രയുടെ ചെലവ് ഗണ്യമായി കുറച്ച പുനരുപയോഗിക്കാവുന്ന റീയൂസ് ചെയ്യാവുന്ന റോക്കറ്റുകൾ വിജയകരമായി യാഥാർത്ഥ്യമാക്കിയത് ഈ കമ്പനിയാണ്. ഒരു കാലത്ത് ഓരോ വിക്ഷേപണത്തിന് ശേഷവും കടലിൽ വീണ് നശിച്ചിരുന്ന റോക്കറ്റുകൾ ഇന്ന് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി വീണ്ടും വിക്ഷേപിക്കപ്പെടുന്നു. അതുപോലെ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ച ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഇന്ന് ആശയവിനിമയത്തിലും ഇന്റർനെറ്റ് സേവനങ്ങളിലും ഭൂനിരീക്ഷണത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, സർക്കാർ ഏജൻസികൾ ബഹിരാകാശ ഗവേഷണത്തിന് അടിത്തറ പാകിയപ്പോൾ അതിനെ ഒരു ആഗോള വ്യവസായമാക്കി മാറ്റിയത് സ്വകാര്യ കമ്പനികളാണ്. അവിടേക്കാണ് ഇപ്പോൾ സ്കൈറൂട്ട് എയറോസ്പേസ് കുതിച്ചെത്തിയിരിക്കുന്നത്. 2018 ISROയിലെ സുരക്ഷിതമായ ജോലി രാജിവെച്ച് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുമ്പോൾ സ്ഥാപകരിൽ ഒരാളായ പവൻ ചന്ദനയുടെ കൈവശമുണ്ടായിരുന്നത് വലിയ നിക്ഷേപങ്ങളോ വമ്പൻ അടിസ്ഥാന സൗകര്യങ്ങളോ ആയിരുന്നില്ല. ISROയിൽ നിന്ന് ലഭിച്ച അനുഭവ സമ്പത്തും അസാധ്യമായി തോന്നിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്ന അടങ്ങാത്ത ആത്മവിശ്വാസവും മാത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ മൂലധനം. അതിലും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അവർ ഈ യാത്ര ആരംഭിച്ച സമയത്ത്
ഇന്ത്യയിൽ സ്വകാര്യ കമ്പനികൾക്ക് ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരാൻ വ്യക്തമായ പോളിസി പോലും നിലവിലുണ്ടായിരുന്നില്ല. സ്വകാര്യ മേഖലയ്ക്കായി ബഹിരാകാശം ഔദ്യോഗികമായി തുറന്നു കൊടുക്കുന്ന പരിഷ്കാരങ്ങൾ വരുന്നത് 2020 മാത്രമാണ്. അതായത് സർക്കാർ വഴിതെളിച്ചതിന് ശേഷമല്ല സ്കൈറൂട്ട് ഈ സ്വപ്നം കണ്ടത്. മറിച്ച് ഇന്ത്യയിൽ ഒരു സ്വകാര്യ ബഹിരാകാശ വ്യവസായം സാധ്യമാണെന്ന വിശ്വാസത്തിൽ അവർ മുന്നോട്ടു പോയി. പിന്നീട് മാറിയ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ ബഹിരാകാശ മേഖല സ്വകാര്യ സംരംഭകർക്ക് തുറന്നു കൊടുക്കുന്ന പുതിയ സ്പേസ് പോളിസി 2020 രൂപീകരിക്കുകയും ഇൻസ്പേസിന് തുടക്കം കുറിക്കുകയും ചെയ്തതോടെ സ്കൈറൂട്ടിന്റെ സ്വപ്നത്തിന് പുതിയ ചിറകുകൾ ലഭിച്ചു. പുതിയ ബഹിരാകാശ നയം നിലവിൽ വന്നതോടെ സ്കൈറൂട്ടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേഗം കൂടി. 2022 നവംബർ 18 വിക്രം എസ് എന്ന സബ് ഓർബിറ്റൽ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് എന്ന ചരിത്രം സ്കൈറൂട്ട് സ്വന്തമാക്കി. പ്രാരംഭ് എന്ന് പേരിട്ട ആ ദൗത്യം ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ യുഗത്തിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു. ആ വിജയത്തിന് ശേഷം കഴിഞ്ഞ 4 വർഷക്കാലം അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു കമ്പനി. പുതിയ എഞ്ചിനുകൾ, പുതിയ റോക്കറ്റ് രൂപകൽപ്പന, 100 കണക്കിന് പരീക്ഷണങ്ങൾ, കർശനമായ സാങ്കേതിക പരിശോധനകൾ, ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഈ ഓർബിറ്റൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ചരിത്രവും എഴുതപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ഓർബിറ്റൽ വിക്ഷേപണ ശ്രമം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ സ്വകാര്യ റോക്കറ്റ് കമ്പനികളിൽ ഒന്നായി സ്കൈറൂട്ട് മാറിയിരിക്കുന്നു. ഇത് ചെറിയൊരു നേട്ടമല്ല. കാരണം ഇന്ന് ലോകത്തെ നയിക്കുന്ന പല ബഹിരാകാശ ഏജൻസികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ആദ്യ വിക്ഷേപണങ്ങൾ വിജയകരമായിരുന്നില്ല. നാസ മുതൽ ISRO വരെയും സ്പേസ് എക്സ് മുതൽ റോക്കറ്റ് ലാബ് വരെയും പലരും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്നത്തെ ഉയരങ്ങളിലെത്തിയത്. ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആദ്യ ഓർബിറ്റൽ ദൗത്യം തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സ്കൈറൂട്ടിന്റെ സാങ്കേതിക മികവിനും വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിനും ലഭിച്ച വലിയ അംഗീകാരമാണ്. വിക്രം 1ന്റെ മറ്റൊരു പ്രത്യേകത അതിലെ 3D പ്രിന്റ് ചെയ്ത ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനാണ്. പരമ്പരാഗത രീതിയിൽ 100 കണക്കിന് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കേണ്ട എഞ്ചിൻ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ സ്കൈറൂട്ടിന് കഴിഞ്ഞു. അതിലൂടെ നിർമ്മാണ സമയം കുറയുകയും ചെലവ് ഗണ്യമായി കുറയുകയും വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാവിയിലെ റോക്കറ്റ് നിർമ്മാണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് റോക്കറ്റ് എഞ്ചിൻ 3D പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചരിത്രം കുറിച്ച ഈ റോക്കറ്റിന്റെ പേര് വിക്രം എന്നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ പിതാവും ദീർഘദർശിയായ ശാസ്ത്ര നേതാവുമായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ബഹിരാകാശ ശക്തിയായി വളർന്നതിൻ്റെ അടിത്തറ പാകിയത് അദ്ദേഹത്തിൻ്റെ ദീർഘദർശനവും നേതൃത്വവുമാണ്. റോക്കറ്റിന്റെ വിവിധ ഘട്ടങ്ങളിലെ എഞ്ചിനുകൾക്കും ഇന്ത്യയുടെ മഹാന്മാരായ ശാസ്ത്രജ്ഞരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലെ സോളിഡ് മോട്ടോറുകൾക്ക് കലാം എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയെ ലോക നിലവാരത്തിൽ എത്തിക്കുകയും രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായാണത്. അതേസമയം അവസാന ഘട്ടത്തിലെ ലിക്വിഡ് എഞ്ചിനുകൾക്ക് രാമൻ എന്നാണ് പേര്. പ്രകാശത്തിന്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ചുള്ള ഗവേഷണത്തിന് ഫിസിക്സിലെ നോബൽ സമ്മാനം നേടിയ ഇന്ത്യയുടെ ആദ്യ ശാസ്ത്രജ്ഞൻ CV രാമനെ സ്മരിച്ചാണ് ആ പേര് നൽകിയിരിക്കുന്നത്. അതായത് സ്കൈറൂട്ട് ഒരു റോക്കറ്റ് മാത്രമല്ല നിർമ്മിച്ചത്, ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയ മഹാപ്രതിഭകളുടെ പാരമ്പര്യം പുതിയ തലമുറയുടെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു ആദരാഞ്ജലി കൂടിയാണ് ഈ പേരുകൾ. വിക്രം റോക്കറ്റിന്റെ ആദ്യത്തെ ഓർബിറ്റൽ ദൗത്യത്തിൽ ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്ക് 350 കിലോഗ്രാം വരെ പേലോഡ് എത്തിക്കാനുള്ള ശേഷിയാണ് സ്കൈറൂട്ട് വിജയകരമായി തെളിയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ SSLV ലക്ഷ്യമിടുന്ന ചെറിയ ഉപഗ്രഹ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെട്ട ശേഷിയാണ്. എന്തുകൊണ്ടാണ് ഈ ശേഷി ഇത്ര പ്രധാനമാകുന്നത്? കാരണം ഇന്ന് ലോകത്ത് വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ചെറിയ ഉപഗ്രഹങ്ങളാണ്. ആശയവിനിമയം, ഭൂനിരീക്ഷണം, കാലാവസ്ഥാ പഠനം, പ്രതിരോധം, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി 100 കണക്കിനും 1000 കണക്കിനും ചെറിയ ഉപഗ്രഹങ്ങളാണ് ഓരോ വർഷവും ബഹിരാകാശത്തെത്തുന്നത്.
പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ വ്യാപകമാകുന്ന ഇക്കാലത്ത് ഒരു കമ്പനി ഒറ്റയ്ക്ക് തന്നെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ റിലയൻസ് ജിയോ സ്വന്തം ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായി വൻതോതിലുള്ള ഉപഗ്രഹ വിന്യാസം ലക്ഷ്യമിടുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഒരു വലിയ വാണിജ്യ അവസരം രൂപപ്പെടുന്നത്. ഉപഗ്രഹങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുമ്പോൾ അവയെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ആവശ്യമായ വിക്ഷേപണ സൗകര്യങ്ങൾ ലോകത്ത് ഇപ്പോഴും പരിമിതമാണ്. അതിനാൽ വിശ്വസനീയവും കുറഞ്ഞ ചിലവിലും വേഗത്തിലും സേവനം നൽകാൻ കഴിയുന്ന സ്വകാര്യ ലോഞ്ച് കമ്പനികൾക്ക് വലിയ ആവശ്യകതയാണ് ഉയരുന്നത്. അതായത് സ്കൈറൂട്ടിന്റെ വിജയം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, അടുത്ത പതിറ്റാണ്ടുകളിൽ $1 ബില്യൺ മൂല്യമുള്ള ആഗോള സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് മാർക്കറ്റിലേക്ക് ഇന്ത്യ ശക്തമായി പ്രവേശിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ്. ഈ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നിരവധി ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൈറൂട്ട് മാത്രമല്ല, 1/2 ഡസനിലധികം കമ്പനികൾ റോക്കറ്റ് നിർമ്മാണം, ഉപഗ്രഹ വികസനം, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, ബഹിരാകാശ ഡേറ്റാ സേവനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഒരു കോയിൻസിഡൻസ് ഉണ്ട് കേട്ടോ. 1980 ജൂലൈ 18 തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3 എന്ന ചെറു റോക്കറ്റ് ആദ്യമായി രോഹിണി ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ചത്. ആ വാർത്ത റേഡിയോയിൽ കൂടി കേട്ടതും പിറ്റേ ദിവസത്തെ പത്രത്തിൽ വിശദമായി വായിച്ചതും അന്ന് 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എനിക്ക് ഇപ്പോഴും തെളിഞ്ഞ ഓർമ്മയുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളുടെ എല്ലാം തുടക്കം ആ ചെറിയ റോക്കറ്റിൽ നിന്നായിരുന്നു. 46 വർഷത്തിന് ശേഷമുള്ള ഈ ജൂലൈ 18 അതേ ശ്രീഹരിക്കോട്ടയിൽ മറ്റൊരു ബഹിരാകാശ യുഗം പിറന്നിരിക്കുന്നു. സ്കൈറൂട്ട്, അഗ്നികുൽ, കോസ്മോസ്, ബെല്ലാട്രിക്സ്, എയറോസ്പേസ്, പിക്സൽ, ധ്രുവ സ്പേസ്, ഗലാക്സ് ഇങ്ങനെ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ ഒരു പുതിയ ബഹിരാകാശ വ്യവസായത്തിന് രൂപം നൽകുകയാണ്. ഒരു കാലത്ത് ISRO മാത്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മേഖലയിൽ ഇന്ന് സ്വകാര്യ കമ്പനികളും നിർണായക പങ്കുവഹിക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ കമ്പനികളിൽ ചിലത് ആഗോള ലോഞ്ച് വിപണിയിലും ഉപഗ്രഹ സേവന മേഖലയിലും പ്രധാന സാന്നിധ്യമായി മാറാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇവിടെ ചില വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ ആധിപത്യം നേടിയാൽ ISROയുടെ അവസ്ഥ എന്താകും? അവർ കൊടുക്കുന്ന വലിയ ഓഫറുകൾ സ്വീകരിച്ച് ISRO ശാസ്ത്രജ്ഞർ പോയാലോ? ഇപ്പോൾ കുറച്ചുപേർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്വകാര്യ കമ്പനികൾ ടെലികോം മേഖലയിൽ വന്നപ്പോൾ BSNLന് സംഭവിച്ചത് ISROയ്ക്കും സംഭവിക്കുമോ? ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ISRO പ്രവർത്തിക്കുന്നത് വിക്രം സാരാഭായ് എന്ന യുഗപ്രഭാവനായ മനുഷ്യൻ പടുത്തുയർത്തിയ പ്രൊഫഷണൽ കൾച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അപര്യാപ്തതകൾ ഒരിക്കലും ISROയെ ബാധിക്കില്ല. സ്പേസ് എക്സ് വന്നപ്പോൾ നാസ സാധാരണ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ നിന്ന് പിൻവാങ്ങി കൂടുതലായി ഗവേഷണത്തിന് പ്രാധാന്യം കൊടുത്തു. അതുപോലെ ഭാവിയിൽ സാധാരണ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ സ്വകാര്യ കമ്പനികൾ നടത്തുമ്പോൾ ISRO ഗ്രഹാന്തര ദൗത്യങ്ങൾ, മനുഷ്യ ദൗത്യങ്ങൾ, സ്പേസ് സ്റ്റേഷൻ തുടങ്ങി സാമ്പത്തിക താല്പര്യമില്ലാത്ത വലിയ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കും. പേടിക്കേണ്ട കൂട്ടുകാരെ, ISRO മറ്റൊരു BSNL ആകില്ല. അതിൻ്റെ DNA തന്നെ വ്യത്യസ്തമാണ്. എന്തായാലും ഇത് ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ട വിജയമാണ്. ആഹ്ലാദം ഒട്ടും മറച്ചു വയ്ക്കാതെ നമുക്കും ആ സ്കൈറൂട്ടിലെ ചെറുപ്പക്കാരായ ശാസ്ത്രകാരന്മാർക്കൊപ്പം തുള്ളിച്ചാടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.